കേന്ദ്ര സർക്കാരിൻ്റെ ജോലി കേരളത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ SSC തന്നെ ഫേസ് 40യിലേക്ക് വിളിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലാകെ മൊത്തം നമുക്ക് വരുന്നത് 380 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരളത്തിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ കേരളത്തിൽ ജോബ് ലഭിക്കാൻ സാധ്യതയുള്ള പോസ്റ്റുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള പോസ്റ്റുകളാണ് നമ്മൾ ഇത്ര നാൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിലുള്ളൊരു പോസ്റ്റാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ SSC എന്താണെന്ന് അറിയാത്തവർക്ക് ചുരുക്കി പറഞ്ഞുതരാം. SSC എന്ന് പറയുന്നത് PSC പോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന ഒരു ബോഡിയാണ്. സോ അതിങ്ങനെ വർഷാവർഷം നിരവധി നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട് PSC പോലെ തന്നെ. അപ്പോൾ അതിൽ പെട്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനിൽ ഒരു പോസ്റ്റാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് മാസം 4-ാം തീയതിയാണ്. പിന്നെ ഓരോ പോസ്റ്റിന് അപേക്ഷിക്കുന്നവരും പെൺകുട്ടികളെ SC/ST ക്കൊന്നും ഫീസില്ല. ബാക്കിയുള്ള ആൺകുട്ടികൾക്ക് 100 രൂപ ഫീസ് വരുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. മറ്റ് ഫീസൊന്നുമില്ല. കേരളത്തിൽ തന്നെ നമുക്ക് പരീക്ഷ എഴുതാനും സാധിക്കും. പിന്നെ ഇതിൻ്റെ പേ സ്കെയിലൊക്കെ പുതിയ പേ കമ്മീഷൻ വരുമ്പം നല്ല രീതിയിൽ ശമ്പള വർധനവും ഉണ്ടാകുമെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പോസ്റ്റ് കോഡ് ഇവിടെ കാണാൻ സാധിക്കും. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കാറ്റഗറി നമ്പർ എന്നും പറയാം. അപ്പം KK 125-26 എന്നാണ് ഇതിൻ്റെ പോസ്റ്റ് കോഡ് വന്നിട്ടുള്ളത്. ഈ കോഡിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. നിങ്ങൾ SSCൻ്റെ രജിസ്ട്രേഷൻ PSC പോലെ തന്നെ SSC രജിസ്റ്റർ ചെയ്യണം. അത് ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഒരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. മൊബൈലിലൂടെ ചെയ്യാം. അത് കണ്ട് മനസ്സിലാക്കി ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. SSCനെ കുറിച്ച് മൊത്തം അറിയാമെന്നാണെങ്കിൽ ഡയറക്റ്റ്ലി അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. SSCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അത് നോക്കിയാൽ മതിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഡിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ആദ്യം രജിസ്റ്റർ ചെയ്യണം. ഫീൽഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റാണ്. ഇതിൻ്റെ പോസ്റ്റിംഗ് വരുന്ന ഇനീഷ്യൽ പോസ്റ്റിംഗ് കർണാടക, കേരളത്തിൽ നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. യോഗ്യത 10ാം ക്ലാസ് മാത്രമാണ് കേട്ടോ. ഇവിടെ കാണാൻ സാധിക്കും 10ാം ക്ലാസ് വിത്ത് സയൻസ്, അതായത് ബയോളജി, കെമിസ്ട്രി അതൊക്കെ ഉണ്ടല്ലോ. അതെല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അത് മതി. ക്ലാസ് ഇല്ലാത്തവരാണെങ്കിൽ ഡിപ്ലോമ ഇൻ സെറികൾച്ചർ ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈലിൻ്റെ കീഴിലാണ് ഇവിടെ കാണാൻ സാധിക്കും. മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൻ്റെ കീഴിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ പേ സ്കെയിൽ 21,700 മുതൽ 69,100 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 18 to 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. SC/ST OBCക്ക് പ്രായത്തിൽ ഇളവുണ്ടാവും. പിന്നെ ഫീമെയിൽ, മെയിൽ, അതുപോലെ ട്രാൻസ്ജെൻഡർ എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നും കൂടി ശ്രദ്ധിക്കുക. താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.